അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടപ്രാർത്ഥന നടത്താൻ ഇസ്ലാമിൽ തെളിവുണ്ടോ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉത്തരം ഉണ്ട് എന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബി ശൈബ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസന്നഫിലും, ബഹുമാനപ്പെട്ട ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമുൽ ഔസത്തിലും, അതുപോലെ മുബാറക് ഫൂരി തൻ്റെ തുഹ്ഫത്തുൽ അഹ്വദിയയിലും, ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു വഫാഉൽ വഫയിലും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. അനിൽ അസ്വദുൽ ആമിരി റളിയല്ലാഹു അൻഹു അൻ അബീഹി, അസ്വദുൽ ആമിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉപ്പയെ തൊട്ട് നിവേദനം ചെയ്യുന്നു. കാല, അവിടുത്തെ ഉപ്പ പറഞ്ഞു, സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ സുബഹി നിസ്കരിച്ചു. ഫലമ്മ സല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയതിനു ശേഷം ഇൻഹറഫ, നബി തങ്ങൾ തിരിഞ്ഞിരുന്നു. വറഫ യദൈഹി, എന്നിട്ട് തങ്ങൾ കൈകൾ ഉയർത്തി. വദഅ, എന്നിട്ട് തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ മുദ്ദിന വസാഇന, അള്ളാഹുവെ ഞങ്ങളുടെ മദീനക്ക് നീ ബർക്കത്ത് ചെയ്യണമേ. വബാരിക് ലനാ ഫീ മുദ്ദിന, ഞങ്ങളുടെ മുദ്ദിലും അതുപോലെ ഞങ്ങളുടെ സാഹുകളിലും നീ ബർക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിന് വേണ്ടി സ്വന്തം കാര്യം പറയുന്നതിനപ്പുറം ഞങ്ങളുടെ മദീനക്ക് ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ മുദ്ദിൽ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ സ്വായിൽ ബർക്കത്ത് ചെയ്യണമേ, ഇങ്ങനെ ജംഇന്റെ വാചകം കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു എന്ന ഹദീസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്, അതിന് യാതൊരു വിരോധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.